എല്ലാവർക്കും നമസ്കാരം. ഞാൻ രത്നേഷ്. പ്രിയപ്പെട്ടവരെ, പല കമ്പനികളും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ മൊത്തം വിലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചെറിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ കുറഞ്ഞ ലാഭം മാത്രം ലഭിക്കുന്നു. ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ എന്നിവ പരിഗണിക്കാത്തതിനാലാണോ? പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പലപ്പോഴും കാരണമായി പറയുന്നത് സമയമോ വിഭവങ്ങളോ പരിമിതമായതിനാൽ എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് നിയന്ത്രിക്കാത്തതിനാൽ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാനോ വേണ്ടത്ര പോസിറ്റീവായ കോൺട്രിബ്യൂഷൻ മാർജിൻ ലഭിക്കാത്തതിനാലോ ആയിരിക്കും. അല്ലെങ്കിൽ വില നിർണ്ണയിക്കുമ്പോൾ വേരിയബിൾ കോസ്റ്റ് മറികടക്കാതെ നഷ്ടത്തിലാകുന്നത് കൊണ്ടാകാം. അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പരിഗണിക്കാത്തതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതുകൊണ്ടാകാം. ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക? ഒന്നാമതായി, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വഴി നിർണ്ണയിക്കുക, വിലയിരുത്തുക എന്നതാണ്. രണ്ടാമത്, നല്ല കോൺട്രിബ്യൂഷൻ മാർജിൻ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുക എന്നതാണ്. മൂന്നാമതായി, കോൺട്രിബ്യൂഷൻ മാർജിൻ്റെ അടിസ്ഥാനത്തിൽ വേരിയബിൾ കോസ്റ്റ് മറികടക്കുന്ന രീതിയിൽ വില നിശ്ചയിക്കുക എന്നതായിരിക്കണം. നാലാമത്, മാർക്കറ്റ്, ചെലവ്, ലാഭം എന്നിവ മാറുന്നുണ്ടോ എന്ന് വിലയിരുത്തി നയങ്ങൾ പുതുക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, കോൺട്രിബ്യൂഷൻ മാർജിനും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കണക്കാക്കി വില നിർണ്ണയിച്ചാൽ മിക്കവാറും എല്ലാ കമ്പനികളും ലാഭത്തിലാകാൻ സാധ്യതയുണ്ട്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.